ഭഗവതേ വാസുദേവായ. ദശകം 8 നൈമിത്തിക പ്രളയവും ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ശ്ലോകം 1. വൃത്തം ശാലിനി. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഖ്യാതിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വ ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഒരിക്കൽ കൂടി. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഖ്യാതിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വ ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം നോക്കാം. പ്രാകൃത പ്രക്ഷയാന്തേ, പ്രാകൃത പ്രളയത്തിൻ്റെ അന്ത്യത്തിൽ. ആദിമേ ബ്രാഹ്മകൽപ്പേഹി, ആദ്യ ബ്രാഹ്മകൽപ്പത്തിൽ ആകട്ടെ. ലബ്ധജന്മാ ബ്രഹ്മ, ജന്മം ലഭിച്ച ബ്രഹ്മാവ്. ഏവം താവത്, ഇപ്രകാരം. ഭൂയഃ, വീണ്ടും. തത്വഹേവ, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയിൽ നിന്നു തന്നെ. വേദാൻ, വേദങ്ങളെ പ്രാപിച്ച്. പൂർവകൽപ്പോപമാനാം, പൂർവകൽപ്പത്തിലെന്ന പോലെ തന്നെ. സൃഷ്ടിം ചക്രേ, സൃഷ്ടിയെ ചെയ്തു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാം. പ്രളയം 4 വിധമുണ്ടെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ. നിത്യം, നൈമിത്തികം, പ്രാകൃതം, ആത്യന്തികം എന്നിങ്ങനെ. ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകം ഒരു കൽപ്പകാലം അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ നശിക്കുന്നു. ഇത് നിത്യാവർത്തനമാണ്. അതിനാൽ അത് നിത്യപ്രളയം. 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രളയം നൈമിത്തിക പ്രളയം. ബ്രഹ്മവൈകുണ്ഠാദി ലോകങ്ങളെല്ലാം കൂടി നശിക്കുന്ന പ്രളയമാണ് പ്രാകൃത പ്രളയം. സൃഷ്ടി പൂർണ്ണമായി നശിച്ച് പുനരാവർത്തിയില്ലാതെ എല്ലാം ബ്രഹ്മത്തിൽ ലയിക്കുന്നത് ആത്യന്തിക പ്രളയം. ഇങ്ങനെ ആ പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഒന്നാമത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും ഇപ്രകാരം: ശ്രീ ഗുരുവായൂരപ്പ, അങ്ങിൽ നിന്നു തന്നെ വേദങ്ങളെ പ്രാപിച്ച് പൂർവകൽപ്പത്തിൽ, അതായത് പ്രാകൃത പ്രളയത്തിന് മുമ്പുണ്ടായിരുന്നതിനോട് തുല്യമായി സൃഷ്ടിയെ ചെയ്യുവാൻ ആരംഭിച്ചു. ഇവിടെ സൃഷ്ടി നടത്തുന്നതിനു വേണ്ടി വേദജ്ഞാനം വേണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ദശകം 8 ശ്ലോകം 2. വൃത്തം വസന്തതിലകം. സോയം ചതുർയുഗസഹസ്രമിതാന്യകാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സുസൃഷ്ടൈഃ നൈമിത്തികപ്രളയമാഹുരതോസ്യ രാത്രീം. ഒരിക്കൽ കൂടി. സോയം ചതുർയുഗസഹസ്രമിതാന്യകാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സുസൃഷ്ടൈഃ നൈമിത്തികപ്രളയമാഹുരതോസ്യ രാത്രീം. പദാർത്ഥം നോക്കാം. സോയം, സ പ്ലസ് അയം, ആ ബ്രഹ്മാവ്. ചതുർയുഗ സഹസ്രമിതാനി, 1000 ചതുർയുഗക്കാലമാകുന്ന. അഹാനി, പകൽ സമയങ്ങളും.
അഹം എന്ന് പറഞ്ഞാൽ പകൽ, സപ്താഹം എന്ന പദം നാം കേട്ടിട്ടുണ്ടല്ലോ. 7 പകലുകളെ കൊണ്ട് ഭാഗവതം എന്ന ഗ്രന്ഥത്തെ വർണ്ണിക്കുന്ന രീതിയാണ് സപ്താഹം. ഇത് നമുക്കെല്ലാം അറിയാമല്ലോ. താവന്മിതം രജനി ച, അത്രയും വലിപ്പമുള്ള രാത്രികാലങ്ങളും, ബഹുശ നിനായ, പല പ്രാവശ്യം നയിച്ചു, അസൗ, അദ്ദേഹം, ആ ബ്രഹ്മാവ്, സ്വസൃഷ്ടൈർ സമം, തൻ്റെ സൃഷ്ടികളോടൊപ്പം, തുയി നിലീയ നിദ്രാതി, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയിൽ ലയിച്ച് നിദ്ര കൊള്ളുന്നു. അത അസ്യ രാത്രിയും, ഇതിനാൽ ബ്രഹ്മാവിൻ്റെ ഈ രാത്രിയെ നൈമിത്തിക പ്രളയം ആഹു, നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ ശ്ലോകാർത്ഥം നോക്കാം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ഭൂമിയിലെ 1000 ചതുർയുഗങ്ങൾ കൂടിയ കാലമാകുന്നു. രാത്രിക്കും അത്ര തന്നെ കാലദൈർഘ്യമുണ്ട്. ബ്രഹ്മാവ് പകൽക്കാലം മുഴുവൻ സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായിരിക്കുന്നു. രാത്രികാലം ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികളോടൊപ്പം ശ്രീ ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിച്ച് നിദ്ര കൊള്ളുന്നു. ബ്രഹ്മാവിൻ്റെ ഈ നിദ്രാകാലത്തെ നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. ഇത് ഒരു പുനർ ആവർത്തന പ്രക്രിയയാകുന്നു. ഇവിടെ ബ്രഹ്മാവ് നശിക്കുന്നില്ല. അടുത്ത പ്രഭാതത്തിൽ വീണ്ടും സൃഷ്ടികർമ്മം തുടരുന്നു. ഋഷീശ്വരന്മാർ വിവരിക്കുന്ന പ്രപഞ്ച സൃഷ്ടി തത്വവും പ്രജാസൃഷ്ടി രീതിയും വളരെ ശ്രദ്ധിക്കണം. ആധുനിക ശാസ്ത്രവിജ്ഞാനവുമായി ചേർത്ത് പഠിക്കുകയും ചെയ്യാം. ദശകം 8 ശ്ലോകം 3. അസ്മാദൃശാം പുനരകർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടിഃ. ഒരിക്കൽ കൂടി. അസ്മാദൃശാം പുനരകർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടിഃ. പദാന്വയം ശ്രദ്ധിക്കാം. സ, ആ ബ്രഹ്മാവ്, പുന, പിന്നെ, അനുദിനം, ദിനം തോറും, ഭവത് പ്രസാദാത്, ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രസാദത്താൽ അല്ലെങ്കിൽ അനുഗ്രഹത്താൽ, അസ്മാദൃശാം നമ്മെ പോലെയുള്ള ജനങ്ങൾ, അഹർമുഖ കൃത്യതുല്യാം ചെയ്യുന്ന പ്രഭാത കൃത്യങ്ങളെന്ന പോലെ തന്നെ, സൃഷ്ടിം കരോതി ലോക സൃഷ്ടികർമ്മം അനുഷ്ഠിക്കുന്നു. പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ആദ്യത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ, പരായുഷാം ഛ ചിരഞ്ജീവികൾക്കാകട്ടെ, തഥാ അപ്പോൾ, സുപ്തപ്രബോധന സമ ഉറങ്ങി ഉണർന്നവന് സമം, സൃഷ്ടി അസ്തി വിസൃഷ്ടി ഉണ്ടാകുന്നു. ഈ ശ്ലോകത്തിന്റെ പൂർണ്ണമായ അർത്ഥം നമുക്കൊന്ന് ഗ്രഹിച്ചു നോക്കാം. ആ ബ്രഹ്മാവ് നൈമിത്തിക പ്രളയാവസാനത്തിൽ, അതായത് ബ്രഹ്മാവിൻ്റെ രാത്രിയുടെ അന്ത്യത്തിൽ, ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രസാദത്താൽ പ്രഭാതത്തിൽ ഉണർന്ന്
നമ്മെപ്പോലെയുള്ള ജനങ്ങൾ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുന്നു. രാത്രിയിൽ നിദ്ര നിലീനനാകുകയും ചെയ്യുന്നു. ആ നിദ്രയിൽ സൃഷ്ടികൾ നശിക്കുന്നു. ആദ്യത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച ചിരഞ്ജീവികൾക്കാകട്ടെ അപ്പോൾ അടുത്ത പ്രഭാതത്തിൽ ഉറങ്ങി ഉണർന്നവനെ പോലെയുള്ള വിസൃഷ്ടിയാണ് ഉണ്ടാകുന്നത്. ചിരഞ്ജീവികളുടെ പുനഃസൃഷ്ടിയെ മറ്റു സൃഷ്ടിയേക്കാൾ വിഭിന്നമായതിനാൽ വിസൃഷ്ടി എന്ന് വിവക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ നൈമിത്തിക പ്രളയത്തിൽ വിലയം പ്രാപിക്കുന്ന ജീവാത്മാക്കൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുമ്പോൾ പൂർവജ്ഞാനം ഉണ്ടാകയില്ല. എന്നാൽ മാർക്കണ്ഡേയ ഋഷിയെ പോലെയുള്ള ചിരഞ്ജീവികൾ പൂർവസ്മൃതിയോടെ വിസൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് സത്യം. ദശകം 8 ശ്ലോകം 4. പഞ്ചാശദബ്ദമധുനാ സ്വയോർധരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഒരിക്കൽ കൂടി. പഞ്ചാശദബ്ദമധുനാ സ്വയോർധരൂപം ഏകം പരാർത്ഥമതിവൃത്യസി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഈ പദ്യത്തിലെ അന്വയം നോക്കാം. അധുന അപ്പോൾ, അസൗ ആ ബ്രഹ്മാവ്, പഞ്ചാശത് അബ്ദം 5 ദശവർഷം, അതായത് 50 വർഷം, സ്വവയോ അർദ്ധരൂപം തൻ്റെ ആയുസ്സിൻ്റെ പകുതി ആയ. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷമാണ്. ഏകം പരാർത്ഥം ആദ്യ പകുതിയെ, അതിവൃത്തിഹി വർത്തതേ കടന്നുപോയിരിക്കുന്നു. ഭൂമൻ ഹേ സർവവ്യാപിയായ ഭഗവാനെ, തത്ര അന്ത്യരാത്രിജനിതാൻ അവിടെ ആ അവസാന രാത്രിയിൽ ജനിച്ചുണ്ടായവയും, ദിനാവതരേണ ച അടുത്ത ദിനത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായവയും ആയ, ഭവത് വിലാസാൻ അങ്ങയുടെ ലീലകളെ, കഥയാമി ഞാൻ കഥിക്കുന്നു അല്ലെങ്കിൽ വർണ്ണിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് നോക്കാം. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷമാണ്. അതിനാൽ ബ്രഹ്മായുസിൻ്റെ പകുതിക്ക് പരാർത്ഥം എന്ന് പറയുന്നു, അതായത് 50 വർഷത്തെ. ഭഗവാൻ ബ്രഹ്മാവായി സ്വയം രൂപം പൂണ്ട കാലം ബ്രാഹ്മകൽപ്പം. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച പത്മത്തിൽ ബ്രഹ്മാവ് ജനിച്ച കാലം പാത്മകൽപ്പം. പിന്നെ ഭഗവാൻ വരാഹമായി അവതരിച്ച കാലം വരാഹകൽപ്പം. ആ വരാഹകൽപ്പമാണ് ഇപ്പോൾ നടക്കുന്നത്. പാത്മകൽപ്പത്തിൻ്റെ അവസാന രാത്രി, പിന്നെ വരാഹകൽപ്പത്തിൻ്റെ ആദ്യ ദിവസം, ഇതിലൊക്കെ ഉണ്ടായ ഭഗവത് ലീലകളെ ഹേ സർവവ്യാപിയായ ഗുരുവായൂരപ്പ ഞാൻ വർണ്ണിക്കട്ടെ. ശ്രീ ഭട്ടതിരിപ്പാട് ഗുരുവായ അച്യുത പിഷാരടിയിൽ നിന്ന് സ്വയം രോഗത്തെ ആവാഹിച്ചെടുത്തതാണത്രേ. രോഗപീഡയാൽ പിന്നെ വലഞ്ഞ ശ്രീ ഭട്ടതിരിപ്പാട് രാമായണ കർത്താവായ എഴുത്തച്ഛനെ സമീപിച്ചിരുന്നു. എഴുത്തച്ഛൻ
ഭട്ടതിരിപ്പാടിനോട് രോഗശമനത്തിന് മീൻ തൊട്ടുകൂട്ടാൻ നിർദ്ദേശിച്ചു. അതിനാലാണ് മത്സ്യാവതാരം മുതൽ ഭഗവത് ലീലകൾ വർണ്ണിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തേടുന്നത്. ദശകം 8 ശ്ലോകം 5. ദിനാവസാനേത സരോജയോനിഃ സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദേദമേ കാർണവമാസ വിശ്വം. ഒരിക്കൽ കൂടി. ദിനാവസാനേത സരോജയോനിഃ സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദേദമേ കാർണവമാസ വിശ്വം. പദാന്വയം നോക്കാം. അഥ അനന്തരം ദിനാവസാനേ ദിനത്തിൻ്റെ അവസാനത്തിൽ പകൽ അന്തിയായപ്പോൾ സരോജയോനി പത്മസംഭവനായ ആ ബ്രഹ്മാവ് സുഷുപ്തികാമ സുഷുപ്തിക്ക് കാമിതനായി, അതായത് ഉറങ്ങാൻ ആഗ്രഹിച്ച്, ത്വയി ശ്രീ ഗുരുവായൂരപ്പ അങ്ങയിൽ, സന്നിലിന്നെ നിശേഷമായി, അതായത് സമ്യക്കായി ലയിച്ചു, ജഗന്തി ലോകങ്ങൾ, ത്വജഠരം ത്വജഠരം എന്നാൽ അങ്ങയുടെ ഉദരത്തെ, സംയുച്ച പ്രാപിക്കുകയും ചെയ്തു. തഥാ ഇതം വിശ്വം അപ്പോൾ ഈ പ്രപഞ്ചം ഏകാർണവം ആസ ഏകമായ അർണവം ആയി, ഒറ്റക്കടലായി തീർന്നു. ഇനി ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം. അനന്തരം പകലിൻ്റെ അവസാനം, പകൽ അന്തിയായപ്പോൾ പത്മസംഭവനായ ആ ബ്രഹ്മാവ്, പാത്മകൽപ്പസ്വരൂപനായ ആ ബ്രഹ്മാവ് നിദ്രാതൽപരനായി, ഹേ ഗുരുവായൂരപ്പ അങ്ങയിൽ നിശേഷമായി ലയിച്ചു ചേർന്നു. അപ്പോൾ അതുവരെയുള്ള ജഗത് സൃഷ്ടിയും അങ്ങയുടെ ഉദരത്തെ വിലയം പ്രാപിച്ചു. അതോടെ ഈ വിശ്വമാകെ ഒറ്റക്കടലായി തീർന്നു. ദശകം 8 ശ്ലോകം 6. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനെ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപക സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ. ഒരിക്കൽ കൂടി. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനെ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപക സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ. ഈ ശ്ലോകത്തിലെ പദങ്ങളെ ശ്രദ്ധിക്കാം. ഭുവനേ ജലൈകശേഷേ, ഭുവനം ജലം ഏകമായി ശേഷിച്ചപ്പോൾ, തവ ഏവ വേഷേ അങ്ങയുടെ തന്നെ വേഷരൂപമായ, ഫണിരാജി ശേഷേ ത്വം ആദിശേഷൻ എന്ന സർപ്പരാജാവിൽ അങ്ങ്, ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപ ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപനായി, സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ തൻ്റെ യോഗനിദ്രയാൽ ലാഞ്ചിതനായി, ശേഷ്മേസ്മ ശയിച്ചിരുന്നു. ഈ ശ്ലോകാർത്ഥം നോക്കാം. ഭുവനങ്ങളാകെ ജലം മാത്രമായി ശേഷിച്ചപ്പോൾ, അതായത് ആ നൈമിത്തിക പ്രളയകാലത്ത് അങ്ങയുടെ തന്നെ രൂപാന്തരമായ ആദിശേഷൻ എന്ന സർപ്പരാജനിൽ അങ്ങ് ഹേ ഗുരുവായൂരപ്പ
ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപനായി തൻ്റെ യോഗനിദ്രയാൽ പരിമുദ്രിതമായ ആത്മാവോടുകൂടിയവനായി ശയിച്ചിരുന്നു. താൻ തന്നിൽ തന്നെ ആത്മരഥനായി സാന്ദ്രാനന്ദാവ സ്വരൂപത്തോടെ ലയിക്കുന്നതാണ് യോഗനിദ്ര. ആദിശേഷനും ഭഗവത് സ്വരൂപം തന്നെ ആയതിനാൽ ഭഗവാന്റെ യോഗനിദ്ര താൻ തന്നിൽ തന്നെ ലീനനാകുന്ന അവസ്ഥ തന്നെയാകുന്നു. ദശകം 8 ശ്ലോകം 7. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. ഒരിക്കൽ കൂടി. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. പദാന്വയം പരിശോധിക്കാം. ആദൗ പ്രളയത്തിന്റെ ആദിയിൽ തന്നെ, പ്രളയാവസാനേ പ്രളയം അവസാനിക്കുമ്പോൾ, പ്രബോധയ ഇതി തന്നെ ഉണർത്തണം എന്ന്, കാലാഖ്യ ശക്തി കാലം എന്നു പേരുള്ള ശക്തിയോട്, ആദിശത ആജ്ഞാപിച്ചിട്ട്, പരിസുപ്ത ശക്തി വ്രജേന തന്നിൽ ലയം പ്രാപിച്ചിരിക്കുന്ന മൂലപ്രകൃതി തുടങ്ങിയ ശക്തികളോടു കൂടിയേ അങ്ങ് അഖില ജീവദാപ്നാ ത്വയാ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയവും ഗുരുവുമായ അങ്ങ് പ്രസുപ്തം കില സുഷുപ്തി ആരംഭിച്ചു അത്രേ. ഇനി ഈ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമായി നോക്കാം. സർവജ്ഞനായ ഹേ ഗുരുവായൂരപ്പ, നൈമിത്തിക പ്രളയത്തിന്റെ ആദിയിൽ തന്നെ, ഈ പ്രളയം അവസാനിക്കുമ്പോൾ, അതായത് ആ പ്രളയം പൂർണ്ണമാകുമ്പോൾ, ആത്മരഥനായി സാന്ദ്രാനന്ദാവ സ്വരൂപത്തോടെ ഭഗവത് സ്വരൂപം തന്നെയായിരിക്കുന്ന ആദിശേഷനിൽ യോഗനിദ്ര പൂണ്ടിരിക്കുന്ന തന്നെ ഉണർത്തണം എന്ന് കാലം എന്നു പേരുള്ള ശക്തിയോട് ആജ്ഞാപിച്ചിട്ട്, തന്നിൽ ലയം പ്രാപിച്ചിരിക്കുന്ന മൂലപ്രകൃതി തുടങ്ങിയ ശക്തികളെ അന്തർലീനമാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് യോഗനിദ്രാ സുഷുപ്തി ആരംഭിച്ചു. കാലം എന്ന ഘടികാരത്തിനാണ് യഥാസമയം തന്നെ ഉണർത്താനുള്ള ആജ്ഞ ഭഗവാൻ നൽകിയത്. എല്ലാം ഭഗവാനിൽ ലീനമായിരുന്നെങ്കിലും അങ്ങയിലെ കാലം എന്ന ശക്തി ജാഗ്രതായി തന്നെ ഇരുന്നു എന്ന് സാരം. ദശകം 8 ശ്ലോകം 8. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഒരിക്കൽ കൂടി. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. പദാന്വയം ശ്രദ്ധിക്കാം. ഹേ വിശ്വനാഥ, വിശ്വനാഥനായ ശ്രീ ഗുരുവായൂരപ്പ, അദ്വിതീയേ ത്വയി, അദ്വിതീയനായ അങ്ങ്, എല്ലാം അവിടുന്ന് മാത്രമായി. ചതുർയുഗാണാം സഹസ്രം, 1000 ചതുർയുഗങ്ങൾ മുഴുവനും. ഏവം പ്രസുപ്തേ, പ്രകാരം യോഗനിദ്രയിൽ ആണ്ടിരിക്കെ. പുനഃ കാലാഖ്യശക്തി, പിന്നെ കാലം എന്ന ആഖ്യയുള്ള ശക്തി
പ്രഥമ പ്രബുദ്ധം ആദ്യമേ തന്നെ ഉണർന്ന് ത്വാം അങ്ങയെ പ്രബോധയച്ഛക്കില ഉണർത്തുകയും ചെയ്തുവത്രേ. ഇനി ഈ പദ്യത്തിന്റെ ശ്ലോകാർത്ഥം മുഴുവനായിട്ട് പരിശോധിക്കാം. സർവവിശ്വത്തിനും നാഥനായ ശ്രീ ഗുരുവായൂരപ്പ, അദ്വിതീയനായ എല്ലാറ്റിനും ഏകനായ അങ്ങ് 1000 ചതുർയുഗങ്ങൾ മുഴുവനും ഇപ്രകാരം യോഗനിദ്രയിൽ ആണ്ടിരിക്കെ തന്നിൽ തന്നെ ലീനമായ കാലം എന്നുപേരായ ശക്തി പ്രളയാരംഭത്തിൽ തന്നെ ഭഗവാൻ നൽകിയ ആജ്ഞ സ്വീകരിച്ച് അങ്ങയെ ഉണർത്തി. ദശകം 8 ശ്ലോകം 9. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിം. ഒരിക്കൽ കൂടി. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിം. പദാർത്ഥം ശ്രദ്ധിക്കാം. ജലഗർഭശായിൻ ജലത്തിനുള്ളിൽ ശയിക്കുന്നവനായ ഹേ ഭഗവൻ. വിശ്വേശ വിശ്വങ്ങൾക്കെല്ലാം ഈശ്വരനായ ശ്രീ ഗുരുവായൂരപ്പ. ത്വം വിബുദ്ധ്യ ച അങ്ങ് വിബുധനായി ഉണർന്ന്. അഖിലാൻ ലോകാൻ എല്ലാ ലോകങ്ങളും. പ്രളീനാൻ വിലോക്യ തന്നിൽ തന്നെ പൂർണ്ണമായി ലേയം ചെയ്തിരിക്കുന്നത് ദർശിച്ച്. സൂക്ഷ്മാത്മതയാ സൂക്ഷ്മരൂപത്തിൽ. നിജാന്തസ്ഥിതേഷു തൻ്റെ തന്നിൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവയിൽ. ഏവ ദൃഷ്ടിം ദദാത തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. ശ്ലോകാർത്ഥം നോക്കാം. ജലഗർഭശായിയും വിശ്വേശ്വരനുമായ അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് യോഗനിദ്രയിലായിരുന്ന കാലം എന്ന ശക്തിയാൽ പ്രളയാവസാനത്തിൽ ഉണർത്തപ്പെട്ട് നോക്കിയപ്പോൾ എല്ലാ ലോകങ്ങളും തന്നിൽ തന്നെ പ്രണീലമാണെന്ന് അറിഞ്ഞു. സൂക്ഷ്മസ്വരൂപത്തോടെ തൻ്റെ തന്നെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായ അവയിൽ ഹേ ഗുരുവായൂരപ്പ അങ്ങ് തൃക്കണ്ണുകളെ പതിപ്പിച്ചു. ഇവിടെ ഭഗവാൻ ആദിശേഷനായ തൽപ്പത്തിൽ യോഗനിദ്ര പൂണ്ടത് ജലഗർഭത്തിലാണ്, അതായത് കാരണജലത്തിലാണ്. ആ നാരത്തിൽ അയനം ചെയ്തിരുന്നവനായതിനാൽ നാരായണൻ എന്ന പേർ ഭഗവാന് സിദ്ധിച്ചു. ആ നാരായണനാണ് സൂക്ഷ്മരൂപത്തിൽ മുമ്പ് തന്നെ തന്നിൽ തന്നെ ലീനമായ ഭൂതാത്മക ലോകത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചത്. ദശകം 8 ശ്ലോകം 10. തതസ്ത്വദീയാദയിനാഭിരന്ദ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. ഒരിക്കൽ കൂടി. തതസ്ത്വദീയാദയിനാഭിരന്ദ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. അതന്വയം നോക്കാം. ഐ ഹേ ഭഗവാൻ അല്ലയോ ഗുരുവായൂരപ്പ, തഥ പിന്നീട്, തുദീയാത് അങ്ങയുടെ, നാഭിരന്ധ്രാത് നാഭിദ്വാരത്തിൽ നിന്ന്, അതായത് പൊക്കിൾക്കൊടിയിൽ നിന്ന്, നിലീനമായ
നിശേഷ പദാർത്ഥമാല, നിശേഷമായ പദാർത്ഥമാലകളുടെയും സംക്ഷേപരൂപം, സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം, മുട്ടിൻ്റെ രൂപത്തിലുള്ളതും ആയ കിഞ്ചന ദിവ്യപത്മം, ഒരു ദിവ്യമായ പത്മം, അതായത് താമര, ഉദഞ്ചിത്, ഉയർന്നു വന്നു. ഈ പദ്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം. അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, പിന്നീട് അങ്ങയുടെ നാഭീരന്ധ്രത്തിൽ നിന്ന്, അതായത് പൊക്കിൾ തൃക്കൊടിയിൽ നിന്ന് അങ്ങയുടെ ഉള്ളിൽ സൂക്ഷ്മമായി നിർലീനമായിരുന്ന എല്ലാ പദാർത്ഥമാലകളുടെയും സംക്ഷിപ്ത രൂപമായി ഒരു ദിവ്യമായ താമരമൊട്ട് ഉയർന്നു വന്നു. പ്രപഞ്ച പ്രവർത്തനം വീണ്ടും ആരംഭിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉദഞ്ചിതമായ ഈ ദിവ്യപത്മം ഒരു മുട്ടു മാത്രമാണ് ഇപ്പോൾ. അത് വികസിക്കുന്നതോടെ കാലഗതി ആരംഭിക്കുന്നു, പ്രപഞ്ച സൃഷ്ടിയും ആരംഭിക്കുന്നു. ഇത് പാത്മകൽപ്പാരംഭം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.